بسم الله الرحمن الرحيم. واتخذوا من دون الله آلهة ليكونوا لهم عزا كلا سيكفرون بعبادتهم ويكونون عليهم ضدا ألم تر أنا أرسلنا الشياطين على الكافرين تؤزهم أزا فلا تعجل عليهم إنما نعد لهم عدا يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 983 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 81 മുതൽ 87 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിനായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتخذوا من دون الله آلهة ليكونوا لهم عزا كلا سيكفرون بعبادتهم ويكونون عليهم ضدا ألم تر أنا أرسلنا الشياطين على الكافرين تؤزهم أزا فلا تعجل عليهم إنما نعد لهم عدا يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 81 മുതൽ 87 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ ചില വിഷയങ്ങൾ, വിശേഷിച്ച് മറിയം റളിയല്ലാഹു അൻഹയും അവരുടെ പുത്രൻ ഈസ അലൈഹിസ്സലാമും സക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാർ, അതുപോലെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയരായ ചില പ്രവാചകന്മാർ, ഇവരെയൊക്കെ പരാമർശിച്ചതിനെ തുടർന്നുള്ള സൂറത്ത് മറിയമിന്റെ അവസാന ഭാഗത്തെ ചിന്തോദ്ദീപകമായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമായും മക്കയിലെ ആ ഘട്ടത്തിലെ നുബുവത്തിന്റെ ആ 4-5 വർഷങ്ങൾ പിന്നിടുന്ന ഘട്ടത്തില് ഇസ്ലാമിനോട് പോരടിച്ചുകൊണ്ട് നിന്നിരുന്ന, ഇസ്ലാമിനോട് ശത്രുതയും പകയും കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്ന മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടും അവര് സ്വീകരിക്കുന്ന നിലപാടുകള് എത്ര പൊള്ളയായതാണ് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുമൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഈ അവസാന ഭാഗത്ത് മക്കയിലെ ആ മുശ്രിക്ക് സമൂഹത്തെ, വിശേഷിച്ച് അവരുടെ കൂട്ടത്തിലെ ധാർഷ്ട്യവും അഹന്തയും ഒക്കെ കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോരടിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരുന്ന ഖുറൈശി പ്രമാണിമാരോട് അവരെ കേൾപ്പിക്കുന്ന വിധത്തില് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആയത്തുകളാണ്
സൂറത്ത് മറിയമിന്റെ അവസാന ഭാഗത്തുള്ളത്. വലീദ് ഇബ്നു മുഗീറയെ പോലെ മക്കയിൽ അന്ന് പ്രമാണിമാരായി ഞെളിഞ്ഞു നടന്നിരുന്ന ആളുകൾ തങ്ങളുടെ പൊസിഷൻ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ആളുകളെക്കാൾ എത്രയോ ഉന്നതമായതാണ്. ഭൗതികാർത്ഥത്തിലുള്ള അവരുടെ ശേഷിയും കഴിവും സ്ഥാനവും പദവിയും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും ഒക്കെ അപേക്ഷിച്ച് ഒരുപാട് മികവുറ്റതാണ്. അവർക്കാണ് ദൈവികമായ ഐശ്വര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മരണശേഷവും ഇനി മുസ്ലിമീങ്ങൾ അവകാശപ്പെടുന്ന വിധത്തില് ഒരു പാരത്രിക ജീവിതമുണ്ടെങ്കിൽ അവിടെയും സമ്പത്തും സന്താനങ്ങളും ഒക്കെ നൽകി അനുഗ്രഹിക്കപ്പെടുന്നവര് തന്നെയായിരിക്കും തങ്ങൾ എന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവരെന്താ ഭാവിയിലേക്ക് എത്തി നോക്കാൻ പറ്റിയവരാണോ? അതല്ല കാരുണ്യവാനായ അള്ളാഹുവുമായിട്ട് ഇവര് വല്ല ഉടമ്പടിയിലും ഏർപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ എന്നാണ് അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അവരുടെ ഇപ്പോഴത്തെ നിഗളിപ്പിന്റെയും തല ഉയർത്തി തന്റെ ഇടം കാണിച്ച് അവരുടെ പദവിയും സ്ഥാനവും ഒക്കെ വളരെ ഗരിമയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ഈ നടത്തം, അത് അവർക്ക് സാധിക്കുന്നതിന്റെ രഹസ്യം അള്ളാഹു അവർക്ക് ഒരല്പം അവസരം നീട്ടിയിട്ട് കൊടുത്തു എന്നതും അവർക്ക് കൂടുതൽ കൂടുതൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാരണമാകുന്ന വിധത്തില് തിന്മയിൽ വ്യാപരിക്കുവാൻ അവസരം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നതുമല്ലാത്ത മറ്റു കാരണമൊന്നുമില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായത്. അവരോരോരുത്തരും തന്നെ വ്യക്തികൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകും. അവരിപ്പോ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പദവിയും സ്ഥാനവും നേട്ടങ്ങളും ഒന്നും തന്നെ ആ ഘട്ടത്തിൽ അവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടാവുകയില്ല. അതൊക്കെയും തന്നെ അള്ളാഹു തിരിച്ചു വാങ്ങിയിട്ടുണ്ടാകും. ആ അവസ്ഥയിലാണ് അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടാൻ പോകുന്നത്. സംഘബലം പോലും അവർക്കുണ്ടാവുകയില്ല. അവരോരോരുത്തരും വ്യക്തികൾ എന്നുള്ള നിലക്കാണ് അള്ളാഹുവിന്റെ മുന്നിൽ അണിനിരക്കേണ്ടി വരിക എന്നതാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് വ്യക്തമാക്കപ്പെട്ട കാര്യം. അതിനെ തുടർന്ന് ഈ ആളുകളുടെ, ഈ സത്യനിഷേധികളുടെ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകളുടെ നിലപാടുകളുടെയും പ്രവർത്തനങ്ങളുടെയും പൊള്ളത്തരം വെളിപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയാത്തുകളിൽ. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവർ ചില ആലിഹത്തുകളെ സ്വീകരിച്ച് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണത്? ലിയകൂനു ലഹും ഇസ്സ, അവർക്ക് ഏറ്റവും വലിയ പിൻബലമായിട്ട് അവർ നിലകൊള്ളും എന്ന പ്രതീക്ഷയിൽ. അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന് പകരം ചില ആലിഹത്തുകളെയാണ് അവര് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ദൈവങ്ങളാണ്, മൂർത്തികളാണ്, വിഗ്രഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെയായ മൂർത്തികളെ അവര് ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രതീക്ഷ? ലിയകൂനു ലഹും ഇസ്സ, അവർക്ക് അതൊരു പിൻബലം, ഒരു ഇസ്സത്ത്, അവരെ മാനം കാക്കുന്ന, അവരെ ശക്തിപ്പെടുത്തുന്ന, ആവശ്യമുള്ളപ്പോഴൊക്കെയും തന്നെ അവർക്ക് പിൻബലമേകുന്നവരായി ഈ ആലിഹത്തുകൾ നിലകൊള്ളും എന്ന കണക്കുകൂട്ടലിലാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്.
അള്ളാഹുവിന്റെ കരുത്തിലും അള്ളാഹുവിന്റെ സഹായത്തിലും ഒക്കെ വിശ്വാസം അർപ്പിച്ച് നിലകൊള്ളുന്നവരാണ് സത്യവിശ്വാസികൾ. പക്ഷെ ഇവര് അവരുടെ നേട്ടങ്ങളുടെ ഭൗതികമായി ഇപ്പോ അവർ ആർജിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന നേട്ടങ്ങളുടെ ഗരിമയിലാണ് നിലകൊള്ളുന്നത്. കൂടാതെ അവർ ചില ആലിഹത്തുകളെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ കണക്കുകൂട്ടൽ, അവരുടെ പ്രതീക്ഷ ഈ ആലിഹത്തുകള് അവർക്കെന്നും അഭിമാനത്തോടു കൂടി തലയുയർത്താൻ കഴിയുന്ന വിധത്തിൽ അവരെ ശക്തിപ്പെടുത്തി നിർത്തും, അവർക്ക് പിൻബലമേകും, ധൈര്യം നൽകും എന്നൊക്കെയാണ്. എന്ത് പ്രതിസന്ധിയിൽ അവർ അകപ്പെടുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ നമ്മളെ പുതിയ തലമുറയുടെ ഭാഷ ഉപയോഗപ്പെടുത്തി പറയുകയാണെങ്കിൽ കട്ടക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കൂടെ ഉണ്ടാകും എന്നാണ് അവർ ഈ ആലിഹത്തുകളെ കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. എന്നാൽ എത്ര മൂഢമായ, എത്ര അബദ്ധജടിലമായ ഒരു ധാരണയാണ് ഈ ഫോൾസ് ഡെയിറ്റീസിനെ കുറിച്ച്. ഈ അബദ്ധത്തില് മാത്രം അവർ ഇലാഹുകള് എന്ന് വിളിച്ച് നടക്കുന്ന ഈ ദൈവിക ശക്തികൾ എന്ന് അവര് പറയുന്നവരെ കാര്യത്തില് അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എത്ര അബദ്ധ ജടിലമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന് പകരമായി അവർ ചില ആലിഹത്തുകളെ സ്വീകരിച്ചിരിക്കുകയാണ്. ലിയകൂനു ലഹും ഇസ്സ, അവർക്ക് കരുത്തു പകരുന്ന പിൻബലമാകും അവർ ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ എന്നാണ് അവര് പ്രതീക്ഷിക്കുന്നത്. അവരുടെ കണക്കുകൂട്ടൽ അങ്ങനെയാണ്. എന്നാൽ കല്ല, ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഒരിക്കലും തന്നെ ഈ ആലിഹത്തുകൾ അവരുടെ സഹായികളായിട്ട്, അവർക്ക് പിൻബലമായിട്ട്, അവർക്ക് കരുത്തായിട്ട് വർത്തിക്കുകയില്ല. ഈ ആലിഹത്തുകൾ അവര് തങ്ങളുടെ ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഈ മൂർത്തികളും ശക്തികളും ആളുകളും വിഗ്രഹങ്ങളും ഒക്കെ തന്നെ ഒരിക്കലും തന്നെ അവർക്ക് ഇസ്സായിട്ട്, അവർ പ്രതീക്ഷിച്ച പോലെ അവർക്കുള്ള പിൻബലമായിട്ട് വർത്തിക്കുകയില്ല. കല്ല, മറിച്ച് ഇബാദത്തിഹിം, തങ്ങൾക്ക് ഇവര് ഇബാദത്ത് ചെയ്തിരുന്നു എന്ന കാര്യത്തിന് തന്നെ തള്ളിക്കളയുന്നവരായിരിക്കും അവർ. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഇവരെന്തിനാ ഞങ്ങളെ പൂജിക്കാനും ഞങ്ങളെ ആരാധിക്കാനും മെനക്കെട്ടത്? ഇവര് ഞങ്ങൾ ആരാധിക്കുന്ന കാര്യം തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് ആ ആലിഹത്തുകള് പറയുക. അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവര് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആലിഹത്തുകളായിട്ട് ഉള്ള ഏത് പ്രതിഭാസമാണെങ്കിലും അവയൊക്കെ തന്നെ സ്വമേധയാ അള്ളാഹുവിന് അടിമപ്പെട്ട പ്രതിഭാസങ്ങളാണ്. അവരൊരിക്കലും തന്നെ തങ്ങളെ ഇബാദത്ത് ചെയ്യണം എന്ന് ഇവരോടോ ആരോടെങ്കിലുമോ പറയുകയില്ല. മാത്രവുമല്ല, ഈ കൂട്ടര് തങ്ങൾക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം പോലും അവർക്കറിയുമായിരുന്നില്ല. അവരതിനെ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്യുക. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അറിയ പോലുമില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു കൂട്ടര് ഞങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു സംഗതി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടേ ഇല്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല എന്നായിരിക്കും അവര് പറയുക. കല്ല, അവരുടെ പ്രതീക്ഷയ്ക്ക് അസ്ഥാനത്താണ്. അവര് കണക്കുകൂട്ടുന്ന പോലെ ഈ ആലിഹത്തുകള് അവരുടെ ഇസ്സായിട്ട്, അവരുടെ പിൻബലമായിട്ട് വരികയില്ല. സയക്ഫുറൂന, അവര് തീർച്ചയായിട്ടും നിഷേധിച്ച് തള്ളും. എന്താണ്? ബി ഇബാദത്തിഹിം, ഈ കൂട്ടര് തങ്ങളെ ഇബാദത്ത് ചെയ്തിരുന്നു എന്ന സംഗതിയെ അവര് തള്ളിക്കളയും. ഒന്ന്, അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള നിലക്ക് അതിനെ നിഷേധിക്കും. രണ്ടാമത്തത്, ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല, ഞങ്ങൾ അങ്ങനെ ആരാധിക്കപ്പെടേണ്ടവരും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അതിനെ സ്വീകരിക്കാതെ വിട്ടേക്കും. ഇവര് ഞങ്ങൾ ആരാധിച്ചിരിക്കുക, എന്താ ഇത് കഥ എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ നിഷേധിക്കും, സ്വീകരിക്കാൻ കൂട്ടാക്കുകയില്ല. വയഖൂനൂന അലൈഹിം ളിദ്ദ,
മാത്രവുമല്ല ഈ ആരാധകരുടെ ആരാധനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ആലിഹത്തുകള് അവരോട് ശത്രുതയുള്ളവരായിട്ട് മാറും, അവരുടെ എതിരാളികളായിട്ട് മാറും, ലിദ്ദായിട്ട് മാറും. അപ്പൊ ഇത്രയും കാലം ഇവര് പൂജിച്ചുകൊണ്ടിരുന്നത് ഈ ആലിഹത്തുകളെ ആണെങ്കിൽ അവർ ആലിഹത്തുകൾ എന്ന് വിളിച്ച ഈ പ്രതിഭാസങ്ങളൊക്കെയും തന്നെ അവരെ സ്വീകരിക്കാതെ തള്ളിക്കളയും എന്ന് മാത്രമല്ല അവരുടെ എതിരാളികളായി മാറുകയും ചെയ്യും. കാരണം അവരൊക്കെ തന്നെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരും അള്ളാഹുവിന് അടിമപ്പെട്ടവരുമാണ്. അവരൊരിക്കലും തന്നെ മനുഷ്യര് തങ്ങളുടെ അടിമകളാകണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മൂഢമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും പോകുന്നില്ല. യഖൂനൂനാലൈഹിം ലിദ്ദ, തങ്ങളുടെ ആരാധകരുടെ എതിരാളികളായിട്ടാണ് ഈ ആരാധ്യന്മാർ എന്നവര് വിശേഷിപ്പിച്ചിരുന്ന പ്രതിഭാസങ്ങൾ പ്രവർത്തിക്കുക. തങ്ങളെ ലിദ്ദാണ്, ഓപ്പണൻസ് ആണ്, എതിരാളികളാണ് എന്നുള്ളതാണ്. അലം തറ അന്നാ അർസൽന ശയാതീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സ. എന്നിട്ട് അല്ലാഹു മറ്റൊരു രഹസ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അലം തറ, പ്രവാചകരെ താങ്കൾ കണ്ട് മനസ്സിലാക്കിയിട്ടില്ലേ? അന്നാ അർസൽന ശയാതീന അലൽ കാഫിരീൻ, നിഷേധികളുടെ നേരെ നാം പിശാചുക്കളെ അങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണെന്നുള്ളത്. നിഷേധികളുടെ നേരെ, നിഷേധികളുടെ അടുക്കലേക്ക് നാം ശയാത്തീന്മാരെ അങ്ങനെ കെട്ടയച്ചു വിട്ടിട്ടുണ്ട്. എന്തിനാണ്? അവര് ഈ നിഷേധികളെ ഹരം കൊള്ളിക്കുകയാണ്. തഉസ്സുഹും അസ്സ, അവരുടെ വീര്യം അങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ട് അവരെ അവരുടെ അബദ്ധങ്ങളിൽ മുറുകെ പിടിച്ച് നിലക്കൊള്ളാൻ അങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിധത്തില് ശക്തിയും അതുപോലെ പിൻബലവും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ പിശാചുക്കൾ അവരെങ്ങനെ എക്സൈറ്റ് ചെയ്തുകൊണ്ട് ആവേശം കൊള്ളിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ നിഷേധികൾക്ക് അവർ ചെയ്യുന്ന ഏത് മണ്ടത്തരവും ഭയങ്കര ആവേശമുള്ള കാര്യമായിട്ട് തോന്നും. ഈ നിഷേധികൾക്ക് അവർ സ്വീകരിക്കുന്ന നടപടികളൊക്കെ തന്നെ വളരെ വളരെ ആവേശം പകരുന്ന സംഗതികളായിട്ടാണ് അനുഭവപ്പെടുക. അതിന് കാരണം പിശാചുക്കൾ അവർക്ക് ഇങ്ങനെ ഹരം കൊള്ളിച്ചു കൊണ്ടിരിക്കുക, അവരെ ആവേശം അവരിൽ വാരിക്കോരി ഇട്ട് കൊടുക്കുകയാണ്. പല സംഗതികളും ഉണ്ടാവും. പിശാചുക്കൾ അവരെ കൂടെ കൂടിയിട്ട് ആ കൂട്ടർക്ക് ഹരം കൊള്ളിച്ചുകൊണ്ട് അവരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അവർക്ക് വലിയൊരു മോട്ടിവേഷൻ നൽകുന്നവരായിക്കൊണ്ട് പിശാചുക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് പഴയ മനോരമ പൈങ്കിളി ക്ലാസിക്സിന്റെ ഒക്കെ ചിത്രകഥകളിലൊക്കെ ഉണ്ടായിരുന്ന കൊമ്പ് വെച്ച പിശാചാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. പിശാച് ഖുർആൻ വരച്ചു കാണിക്കുന്നതില് മനുഷ്യന് ആ പിശാചിന് വഴിപ്പെടുന്ന തരം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിലക്കും അവഗണിക്കാൻ പറ്റാത്ത അവരുടെ ആത്മമിത്രങ്ങളും അതുപോലെ സ്നേഹഭാചനങ്ങളും പ്രണയ ബന്ധങ്ങളൊക്കെ ആയിരിക്കും. പലതും ആവും. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടരായിട്ടാണ് അനുഭവപ്പെടുക. അങ്ങനെയാണ് പിശാചുക്കള് അവരെ സമീപിക്കുക. അപ്പോ പിശാചുക്കള് ഈ കാഫറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും അവരെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതിന് പിൻബലം നൽകുന്ന വിധത്തിൽ അവരെ ഇങ്ങനെ മൂച്ചിമ കയറ്റിക്കൊണ്ടിരിക്കാൻ അവര് ശക്തമായി രംഗത്തുണ്ടാവും. അതുകൊണ്ട് ലേശം സബൂറാക്കി കളയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തുറന്നു പറയുന്നത്. ഫലാ തഅജൽ അലൈഹിം, പ്രവാചകരെ അവരുടെ കാര്യത്തിൽ താങ്കള് ധൃതി കാണിക്കണ്ട. അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷയും കോപവും ഒക്കെ വന്നിറങ്ങുന്നത് വൈകുന്നത് കാണുമ്പോൾ അക്ഷമനാവേണ്ട, ലേശം കാത്തുന്നോളൂ. ഫലാ തഅജൽ അലൈഹിം, അവരുടെ കാര്യത്തിൽ പ്രവാചകരെ താങ്കൾ ധൃതിപ്പെടേണ്ട. ഇന്നമാ നഅുദ്ദു ലഹും അദ്ദ, നിശ്ചയമായിട്ട് നാം അവരുടെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നാം ഒരു അവധി വെച്ചിട്ടുണ്ട്. അതുവരെയുള്ള സമയം കൃത്യമായി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നാം. സമയം എത്തിയാൽ ഒരു സെക്കൻഡ് പോലും അപ്പുറത്തേക്ക് നീങ്ങൂല. അതുകൊണ്ട് ഇന്നമ നഅുദ്ദു ലഹും അദ്ദ, നിശ്ചയമായിട്ട് നാം അവരുടെ കാര്യത്തില്
അങ്ങനെ എണ്ണി എണ്ണി കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷങ്ങള്, എത്ര മാസങ്ങള്, എത്ര ദിവസങ്ങള്, എത്ര ആഴ്ചകള്, എത്ര മണിക്കൂറുകള്, എത്ര മിനിറ്റുകൾ എന്നൊക്കെയുള്ള നിലക്ക് നാം അവരുടെ സമയം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് നിശ്ചയിച്ച സമയത്തിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ സാധ്യമല്ല. പ്രവാചകരിൽ അല്പം ക്ഷമ കാണിച്ചോളൂ. അവരുടെ കാര്യത്തിൽ ധൃതി ഒന്നും കാണിക്കേണ്ട. അള്ളാഹുവിന്റെ നടപടി നിശ്ചയിച്ച സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ. ആ ഒരു നാളാണല്ലോ വരാനിരിക്കുന്നത്. യൗമ, ആ ഒരു നാൾ പ്രതീക്ഷിച്ചുള്ള. നഹ്ശുറുൽ മുത്തഖീന, ദൈവഭക്തന്മാരായ ആളുകളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമാണെന്ന്. എങ്ങോട്ടാണ് ഒരുമിച്ച് കൂട്ടുന്നത്? ഇലർ റഹ്മാനി, കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കലേക്ക്. ഇവിടെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അള്ളാഹു എന്നതിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അർ റഹ്മാൻ എന്നതാണ്. റഹ്മാന്റെ അടുക്കലേക്ക്, കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കലേക്ക് നാം മുത്തഖികളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം. അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കും. അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ്? ഇവര് വഫ്ദ, വലിയ നിവേദക സംഘങ്ങളായിട്ടാണ്. സത്യവിശ്വാസികളുടെ, മുത്തഖികളുടെ സംഘങ്ങളെ സംഘമായിട്ടാണ് അള്ളാഹു ആനയിച്ചു കൊണ്ടുവരിക. അത് അവരെ ആദരിക്കുന്ന, അവരെ അനുമോദിക്കുന്ന, അവരെ ഏറ്റവും ഏറെ അംഗീകരിക്കുന്ന ഒരു രീതിയാണ്. സത്യനിഷേധികള് ഫർദായിട്ടാണ് വരിക. നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തികളായിട്ടാണ് അവര് എല്ലാ പിൻബലവും നഷ്ടപ്പെട്ട് കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത വിധത്തില് അപരിചിതരായ ആളുകളുടെ മുന്നിലും പുറകിലുമായിട്ടാണ് സത്യനിഷേധികൾ ഒന്നൊന്നായി അങ്ങനെ വരിക. എന്നാൽ സത്യവിശ്വാസികള് വഫ്ദായിട്ടാണ്, മുത്തഖികളായി ജീവിച്ചവർ വലിയ ആദരിക്കപ്പെട്ട സംഘങ്ങളായിട്ടാണ്, നിവേദക സംഘങ്ങൾ. അങ്ങനെയാണല്ലോ, ഡെലിഗേറ്റ്സ് വരുമ്പോ, ഒരു വിദേശ രാഷ്ട്രത്തിൽ നിന്ന് ഒരു ഔദ്യോഗിക സംഘം നമ്മുടെ നാട് സന്ദർശിക്കാൻ വരുമ്പോ നമ്മള് ചുമന്ന പരവതാനി വിരിച്ച് അവരുടെ എയർപോർട്ടുകളിൽ നേരെ ചെന്ന് അവരെ ആനയിച്ച് സ്വീകരിച്ച് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഉണ്ടാവുക. അത്തരം രംഗങ്ങൾ നമുക്ക് മനസ്സിൽ കാണാവുന്നതാണ്. ഒരു വഫ്ദായിട്ടാണ് സത്യവിശ്വാസികളുടെ, മുത്തഖികളുടെ സംഘം കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കലേക്ക് ആനയിച്ച് കൊണ്ടുവരപ്പെടും. എന്നാൽ അന്ന് വനസൂഖുൽ മുജ്രിമീൻ, കുറ്റവാളികളെ നാം മാട്ടിത്തെളിച്ചു കൊണ്ടുവരും. നസൂഖു, സാഖ യസൂഖു എന്നൊക്കെ പറയുന്നത് കന്നുകാലികളെ തെളിച്ചു കൊണ്ടുവരുന്നതിനാണ്. ആട്, പശു പോലെയുള്ള കന്നുകാലികളെ ഇടയൻ വലിയ കൂട്ടം കൂട്ടമായിട്ട് അങ്ങനെ തെളിച്ചുകൊണ്ട് വരുമ്പോ അതിലൊരാൾക്കും പ്രത്യേകിച്ചൊരു ആദരവും നൽകാറില്ല. ഒരു ആടിനും ഒരു പശുവിനും പ്രത്യേകിച്ചൊരു പദവിയോ ആദരവോ ഒന്നും നൽകാറില്ല. അങ്ങനെ തെളിച്ചുകൊണ്ട് വരിക ചെയ്യുക. ആട് പോരട്ടെ, ഒരു മിരട്ടലായിക്കൊണ്ടാണ് അവരെ അങ്ങ് തെളിച്ചു കൊണ്ടുവരും. ഇവിടെ ആ ഒരു രംഗം മനസ്സിൽ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് സത്യനിഷേധികളായ കുറ്റവാളികളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ നരകാഗ്നിയിലേക്ക് തെളിക്കപ്പെടുന്നതിനെ കുറിച്ച് വിവരിക്കുന്നത്. വനസൂഖുൽ മുജ്രിമീന, നാം ഈ കുറ്റവാളികളെ തെളിച്ചുകൊണ്ടു വരും. ഇലാ ജഹന്നം, നരകത്തിലേക്കാണ് അവരെ തെളിച്ചുകൊണ്ടുവരിക. വെറുതെ എങ്ങനെയാണ് അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരുന്നത്? അവര് ദാഹാർത്തരായിട്ട് തൊണ്ട വരണ്ട് വെപ്രാളപ്പെട്ട് വിറളിയെടുത്ത് ഓടി വരുന്ന കന്നുകാലികളെ പോലെയാണ് അവര് തെളിക്കപ്പെടുക. ഈ കന്നുകാലികള് ഒന്ന് ഇടയൻ ഒരു ദിശയിലേക്ക് അവരെ തെളിക്കുകയേ വേണ്ടതുള്ളൂ. അവര് അങ്ങേയറ്റത്തെ ദാഹാർത്തത കാണിച്ചുകൊണ്ട് അവര് കുതിച്ചോടും ആ ഇടയൻ അവരെ തെളിക്കുന്ന ദിശയിലേക്ക്. ആ വിധത്തില് സത്യനിഷേധികൾ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നു എന്നാണ് അല്ലാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വനസൂഖുൽ മുജ്രിമീന, ആ നാളിൽ സത്യവിശ്വാസികള് വളരെ ആദരവോടുകൂടി
എഴുന്നള്ളിക്കപ്പെടുന്ന കാരുണ്യവാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആ നാളിൽ സത്യനിഷേധികളായ കുറ്റവാളികൾ നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് ദാഹാർത്തരായ കന്നുകാലികളെ, മൃഗങ്ങളെ പോലെയാണ്. അവരെ മൃഗങ്ങൾ തെളിച്ചു കൊണ്ടുവരുന്ന വിധത്തിലാണ് തെളിച്ചു കൊണ്ടുവരപ്പെടുക. ലാ യംലികൂന ശഫാഅത്ത, അന്നൊരാൾക്കും ഒരു ഇടപെടലും സാധ്യമല്ല. ഒരാൾക്കും ഒരു ഇടപെടലിന്റെയും ഗുണം നേടാൻ കഴിയുകയില്ല. ലാ യംലികൂന ശഫാഅത്ത, ഒരു റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് വരാൻ പറ്റുന്ന ഒരാളും ആ ദിവസം അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഇല്ലാ മനിത്തഖദ ഇൻദ റഹ്മാനി അഹ്ദ, കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കല് വല്ല ഉടമ്പടിയും ഉള്ളവരല്ലാതെ. കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കല് ചിലർക്ക് ചില ഉടമ്പടികള്, ചില മുൻകൂട്ടി നൽകപ്പെട്ട ചില ജാമ്യമൊക്കെ ഉണ്ടാവും. ആ ജാമ്യത്തിന്റെ വഴികൾ നമുക്കറിയാം. കുറ്റവാളികളായി ജീവിച്ചവര് മനസ്സ് തട്ടി തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ തൗബ അവർക്കൊരു ശുപാർശയായിട്ട് വർത്തിക്കും. വളരെ കുറച്ചേ അവർക്ക് ഹക്കിന്റെ മാർഗത്തിലും തഖ്വയുടെ മാർഗത്തിലും ഒക്കെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ തൗബ വളരെ മനസ്സ് തട്ടിക്കൊണ്ടുള്ള, ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള തൗബയായിരുന്നിരിക്കണം. അത് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കൊരു അഹദായിട്ട് വർത്തിക്കും. അള്ളാഹു ഒരു വാക്ക് കൊടുത്ത പോലെ അവർക്ക് അത് ആശ്വാസം പകരും. അത് അവർക്കൊരു ശഫാഅത്തായിട്ടുണ്ടാവും. ഇതൊരിക്കലും തന്നെ മുജ്രിമായിട്ട്, ഫാജിറായിട്ട്, കാഫിറും മുശ്രിക്കുമായിട്ട് മരിച്ചുപോയ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. സ്വന്തം വഴി ശരിയിലേക്ക്, സത്യത്തിലേക്ക്, നീതിയിലേക്ക് തിരിച്ചു വെച്ച, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് യാത്ര പുനരാരംഭിച്ച ആളുടെ കാര്യത്തിലാണ് അള്ളാഹുവിന്റെ ഈ അഹദ് പ്രാബല്യത്തിൽ ഉണ്ടാവുക. അല്ലാത്ത ആർക്കും തന്നെ അള്ളാഹുവിന്റെ ശഫാഅത്ത് അല്ലെങ്കിൽ ശഫാഅത്തിന്റെ എന്തെങ്കിലും ഗുണം ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ലാ യംലികൂന ശഫാഅത്ത, ആ നാളിൽ ശഫാഅത്തിന് ഉടമപ്പെട്ടവരായിട്ട്, ശഫാഅത്തിന്റെ ഉടമസ്ഥതയുള്ളവരായിട്ട് ആരും ഉണ്ടാവില്ല. ആരൊഴികെ? ഇല്ലാ മനിത്തഖദ ഇൻദ റഹ്മാനി അഹദ, കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കല് ഒരു ഉടമ്പടി സ്വീകരിച്ചവനൊഴികെ. കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കല് ഉടമ്പടി സ്വീകരിക്കാൻ അള്ളാഹു അവസരങ്ങള് ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് ചില കൈമടക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരത്തെ തന്നെ അള്ളാഹുവിന്റെ ശഫാഅത്ത് നേടാം. അള്ളാഹിന്റെ റെക്കമെൻഡേഷനൊക്കെ നമുക്ക് നേടാൻ കഴിയും. സദഖ അതിന്റെ ഒരു വഴിയാണ്. അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് അദ്ദേഹത്തെ ഏറ്റവും ഏറെ ആദരിക്കുകയും ആശ്ലേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിലക്കൊണ്ട ആളുകൾക്ക് അതൊരു ശഫാഅത്തായിട്ട് വർത്തിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്തരം ശഫാഅത്തും ഉണ്ടാകും. അതൊക്കെ തന്നെ പക്ഷെ മുജ്രിമുകളുടെയും ഫാജിറുകളുടെയും കാഫിറുകളുടെയും മുശ്രിക്കുകളുടെയും കാര്യത്തില് ഇതിനൊന്നും ഒരു വിലയുണ്ടാവില്ല. ഇത് ഉപകരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു അഹദുള്ളവർക്കാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള അഹദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വീകാര്യത ലഭിക്കുന്ന വിധത്തിൽ സ്വയം വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്രസ്സമാവാതി വൽ അർള് എന്ന് പറയാൻ ഒരുക്കം കാണിച്ചവർ മാത്രമാണ് അള്ളാഹിന്റെ അടുക്കല് അഹദുള്ളവർ. എന്റെ മുഖത്തെ ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നില് ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കാൻ സന്നദ്ധനായ, ദിശ ശരിയാക്കി വെച്ച, തൗബ ചെയ്ത് ശരിയായ ദിശയിലേക്ക് മടങ്ങിയ ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് ആ അഹദ് പ്രാബല്യത്തിൽ ഉണ്ടാവുക. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അഹദ്, അള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും എന്ന വിധത്തിലുള്ള കരാറിന് അർഹത നേടിയവർക്ക് മാത്രമാണ് അന്ന് ശഫാഅത്തിന്റെ ഗുണം ഉണ്ടാവുക. ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദ റഹ്മാനി അഹദ.
അപ്പോ നമ്മൾ ഇന്ന് വായിച്ച ആയാത്തുകൾ അവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് മറിയമിന്റെ ഏതാനും ആയത്തുകളാണ് ഇനി നമുക്ക് പഠന വിധേയമാക്കാൻ അവശേഷിക്കുന്നത്. മുഖ്യമായ ഒരു ഭാഗം നമ്മൾ പഠനം വിധേയമാക്കി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യങ്ങളെ തുടർന്ന് മക്കയിലെ സത്യനിഷേധികളും മുശ്രിക്കുകളും ഒക്കെയായ ഖുറൈശി പ്രമാണിമാരൊക്കെ അടങ്ങിയിട്ടുള്ള ആ സമൂഹത്തെ അള്ളാഹു വളരെ കൃത്യമായി തെളിമയുള്ള വിധത്തില് ബയ്യിനാത്തുകളുടെ പിൻബലത്തോടെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കേൾപ്പിക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാന്റെ അവസാനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അള്ളാഹു ഈ മാസത്തെ അതിലെ സകല സംഗതികളോടും ഒപ്പം നമുക്ക് അനുകൂലമായി സാക്ഷിയാകുന്നതാക്കി മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഇബാദാത്തുകള്, നമ്മുടെ പ്രയത്നങ്ങള്, നമ്മുടെ ഖിയാമുകള്, നമ്മളുടെ സിയാമ്, നമ്മളുടെ സദഖാത്ത്, നമ്മളുടെ ഈ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിച്ച ചെറുതും വലുതുമായ എല്ലാ ബിർറുകളും എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൽ വന്നു പോയിട്ടുള്ള സകലവിധ പാകപ്പിഴവുകളും പോരായികകളും അതിന്റെ എന്തെങ്കിലും സംഗതികളിൽ അടങ്ങിപ്പോയിട്ടുണ്ടാവാൻ ഇടയുള്ള റിയാ, ജനങ്ങൾ കാണട്ടെ എന്ന തോന്നൽ, അതൊക്കെയും അള്ളാഹു മായ്ച്ച് തരുമാറാവട്ടെ. എന്നിട്ട് ഏറ്റവും കളങ്കരഹിതമായ ഇബാദാത്തുകൾ കൊണ്ട് അലങ്കൃതമായ ഒരു വിശുദ്ധ മാസം അനുഭവിക്കാൻ കഴിഞ്ഞ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.